മറ്റൊരു വാർത്തയിലേക്ക് ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 16 കുട്ടികളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. 10 കുട്ടികൾ ആണ് ഇതുവരെ മരിച്ചത്. ഇന്നലെ രാത്രി 10:30-ക്കായിരുന്നു തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം. സുബി വിശ്വനാഥൻ ചേരുന്നുണ്ട്. സുബി, ഏറെ ആശങ്കപ്പെടുത്തുന്നു ഈ കുട്ടികളുടെ ആരോഗ്യനില. പ്രാഥമികമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? അഭിലാഷ്, ഏറ്റവും സങ്കടകരമായ കാര്യമാണ് 16 കുട്ടികളുടെ ജീവൻ ഇപ്പോഴും തുലാസിൽ തന്നെ എന്ന് തന്നെ നമുക്ക് പറയാം. അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് 16 കുട്ടികൾ. നവജാത ശിശുക്കളാണ്. നിയോനാറ്റൽ ICUവിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഇന്നലെ രാത്രി 10:30-ഓടുകൂടിയാണ് ഝാൻസിയിലെ മെഡിക്കൽ കോളേജ് മഹാലക്ഷ്മി ഭായ് മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ ഒരു വൻ തീപിടുത്തം ഉണ്ടായത്. ആ തീപിടുത്തത്തിൽ 10 കുട്ടികളാണ് വെന്തു മരിച്ചിരിക്കുന്നത്. ബാക്കി 16 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ഇതിൽ 40%-ലധികം പൊള്ളലേറ്റ കുട്ടികൾ ഉണ്ട് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഏതായാലും ഇവർക്ക് അടിയന്തര ശുശ്രൂഷകൾ നൽകി വരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭ്യമാവുന്നത്. എങ്കിലും ആശങ്കപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് ഇപ്പോഴും ഝാൻസിയിൽ നിന്ന് വരുന്നത്. മഹാലക്ഷ്മി ഭായ് മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. 10:30-ഓടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഏതായാലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അന്വേഷണം നടത്താൻ, അതായത് ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഹൃദയഭേദകമായ ഒരു സംഭവമാണ് ഉണ്ടായത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. 16 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഒപ്പം ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റർ റൂമിലാണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായത്. അതാണ് ഇത്തരത്തിൽ ഈ ഓക്സിജൻ ആയത് കാരണം വാതകം പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന വാതകമായതുകൊണ്ടാണ് തീ ഇത്ര പെട്ടെന്ന് വ്യാപകമാകാനുള്ള കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്നും പറയുന്നുണ്ട്. ഏതായാലും ഉന്നതതല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്ത് വരുന്നതേയുള്ളൂ. അഭിലാഷ്, നാഷണൽ ഡെസ്കിൽ നിന്ന് സുബി വിശ്വനാഥനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.